അന്നഖദുൽ അദബി ഇന്ദൽ അറബ്, അറബികളുടെ അടുക്കലുള്ള സാഹിത്യ നിരൂപണം. ആദ്യം നമുക്ക് ഭാഷ എന്താണ്, അറബി ഭാഷ എന്താണെന്ന് പറയാം. അല്ലുഅ ഭാഷ, അല്ലുഅത്തു വസീലത്തുൻ ഇത്തിസാലി വ തഅബീർ. ഭാഷ എന്നത് ആവിഷ്കാരത്തിൻ്റെയും കമ്മ്യൂണിക്കേഷൻ്റെയും ഒരു ടൂളാണ്. തുർബിത്തു ബിൽ കലിമാത്തി വ അലാഖാത്തുഹ അത്തർക്കീബിയ. അത് പദങ്ങൾ കൊണ്ട് ബന്ധിപ്പിക്കുന്നു. ആ പദങ്ങൾക്കിടയിൽ ഒരു തർക്കീബിയായ ഘടനാപരമായ ബന്ധമുണ്ട്. തൻഖിലു സഖാഫത്തു വൽ ഹദാറത്തു അബിറൽ അജിയാൽ. തലമുറകളിലൂടെ നാഗരികതയെയും സംസ്കാരത്തെയും കൈമാറ്റം ചെയ്യാൻ ഭാഷ സഹായിക്കുന്നുണ്ട്. തുഅബ്ബിറു അൻ അഫ്കാരിൽ ഇൻസാൻ വ മശാഇറഹു. മനുഷ്യൻ്റെ ഫീലിങ്സിനെയും ചിന്തകളെയും എല്ലാം ആവിഷ്കരിക്കാൻ ഭാഷ സഹായിക്കുന്നു. ലുഅത്തുൽ അറബിയ, അറബിക് ഭാഷ. തൻതമി ലുഅത്തു സാമിയ. അറബി ഭാഷ ഒരു സെമിറ്റിക് ഭാഷയാണ്. ഇസ്തഖ്ദമത് ഖബുലൽ ഇസ്ലാം വ ഇൻതശറത് ബഅദഹു. ഇസ്ലാമിൻ്റെ മുമ്പും അറബി ഭാഷ ഉപയോഗിച്ചിരുന്നു, അതായത് ജാഹിലിയ കാലഘട്ടത്തിൽ. വ ഇൻതശറത് ബഅദഹു. ഇസ്ലാമിന് ശേഷവും ആ ഭാഷ വളരെ വ്യാപിച്ചു. ലുഅത്തുൽ ഖുർആനുൽ കരീം, അത് ഖുർആനിൻ്റെ ഭാഷയാണ്. വലുഅത്തു തശ്രീഉൽ ഇസ്ലാമി, ഇസ്ലാമിക ശരീഅത്തിൻ്റെ ഭാഷയാണ്. മിൻ അക്സറു ലുഅത്തിൻ ഇന്തിഷാറൻ ഫിൽ ആലം. ലോകത്ത് പ്രചാരത്തിലുള്ള ഏറ്റവും വലിയ ഒരു ഭാഷയാണ് അറബി ഭാഷ. യുഅ്തബിറു യഅ്റബ് ഇബ്നു ഖഹ്താൻ അബുൽ ലുഅത്തുൽ അറബിയ. യഅ്റബ് ഇബ്നു ഖഹ്താനെ അറബി ഭാഷയുടെ പിതാവായി കണക്കാക്കുന്നു. അന്നഖദുൽ അദബി ഫി അസ്റിൽ ജാഹിലി. ജാഹിലിയ കാലഘട്ടത്തിലെ സാഹിത്യ നിരൂപണം എങ്ങനെയായിരുന്നു നോക്കാം. തൊബിഅത്തുൽ അദബുൽ ജാഹിലി. ജാഹിലിയ കാലഘട്ടത്തിലെ സാഹിത്യത്തിൻ്റെ പ്രകൃതം. അൽ അദബുൽ ജാഹിലി കാന യഅ്കിസു ഹയാത്തുൽ അറബ് വൽ ഇജ്തിമാഇയ വൽ ഖബീലിയ. എന്താണ് ജാഹിലിയ കാലഘട്ടത്തിലെ സാഹിത്യം എന്നത് അവരുടെ ഗോത്രജീവിതത്തിൻ്റെയും അതേപോലെ സാമൂഹിക ജീവിതത്തിൻ്റെയും ഒരു പ്രതിഫലനമായിരുന്നു. കാന ഷഅറുൻ, കവിതയായിരുന്നു. വസീലത്തുൽ ലി തഅബീരി അൻ മുവാഫിഖി വൽ ഇഅ്തിസാസു വൽ ഇഫ്തിഖാർ. കവിത അവരുടെ അഭിപ്രായങ്ങൾ പറയാനും അവരുടെ ഫഖ്ർ, എന്താ പറയുക, പൊങ്ങച്ചം നടിക്കാനൊക്കെ ഉള്ള ഒരു ആവിഷ്കാരത്തിൻ്റെ ഒരു മീഡിയയായിരുന്നു. അശ്ശഅറു ലഅബ ദൗറൻ. കവിത വളരെ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ദൗറൻ ഇഖ്തിസാദിയൻ വൽ അഖ്ലാഖിയൻ വൽ ഇജ്തിമാഇയൻ. മൊറാലിറ്റി ആയിട്ടും അതേപോലെ സാമൂഹികപരമായിട്ടും സാമ്പത്തികപരമായിട്ടും വളരെ വലിയൊരു പങ്ക് ജാഹിലിയ കാലഘട്ടത്തിൽ കവിതക്കുണ്ടായിരുന്നു. അസ്വാഖുൽ അറബ്. ജാഹിലിയ കാലഘട്ടത്തിലെ ഒരു പ്രധാന പ്രത്യേകതയാണ് അങ്ങാടികൾ. മിസ്ല സൂഖ് ഉക്കാദ്. ഉക്കാദ് ചന്ത പോലെയുള്ള വലിയ വലിയ അങ്ങാടികൾ. കാനത്ത് മർക്കസൻ, അതൊരു കേന്ദ്രമായിരുന്നു. ലി തബാദുലി സഖാഫി വ ഷഅരി വ നഖദ്. സാംസ്കാരിക കൈമാറ്റത്തിൻ്റെ കേന്ദ്രമായിരുന്നു അന്നത്തെ കാലത്ത് ചന്തകൾ. അവിടെ എന്താണ് ഷഅർ, നഖദ് എല്ലാം കവികൾ കവിത പാടും, ഹാക്കിമ്യങ്ങൾ അത് നഖദ് ചെയ്യും. കാന നുഖാദു യഹ്കമൂന അല ഷുഅറാ. നാഖിദീങ്ങൾ കവികളുടെ മേൽ നഖദ് ചെയ്തിരുന്നു. വയുഫാദലൂന ബൈനഹും. അവർക്കിടയിൽ ആർക്കാണ്, ഏത് കവിയാണ് ഏറ്റവും മികച്ചത് എന്ന് പറഞ്ഞിരുന്നു. ഇനി അടുത്തത് അൻവാഉ നഖദ്. നഖദിൻ്റെ ഇനങ്ങൾ. ജാഹിലിയ കാലഘട്ടത്തുണ്ടായിരുന്ന നഖദ് എങ്ങനെയൊക്കെയായിരുന്നു എന്നാണ് പറയുന്നത്. നഖദു വൗഖുൽ ഫിത്രി. വൗഖുൽ ഫിത്രി പറഞ്ഞാൽ വളരെ നാച്ചുറായിട്ടുള്ള ടേസ്റ്റിന്മേൽ. യഖൂമു അല തദവുഖിൽ ഇന്തിബാഇൽ ആം. ഒരു പൊതുവായ ഇംപ്രഷൻ്റെ മേലുള്ളൊരു നഖദ്. നഖദുൽ മുഫാദല. നഖദുൽ മുഫാദല പറഞ്ഞാൽ തുലനാത്മകമായ നിരൂപണം. മുഖാറനത്തു ബൈന ഷുഅറാ വ ബയാനു മസായാഹും വ ഉയൂബഹും. അതായത് കവികൾ തമ്മിൽ താരതമ്യം ചെയ്തിട്ട് അവരുടെ പ്രത്യേകതകളെയും അവരുടെ ന്യൂനതകളെയും ഒക്കെ വിശദീകരിക്കുന്ന ഒരു രീതിയാണ് നഖദുൽ മുഫാദല എന്ന് പറയുന്നത്. നഖദുൽ ഹുക്കുമ്, വിധി പറയുന്ന നിരൂപണം. യസ്ദറു ഹുക്കുമൻ അല ഖസീദത്തിൽ ബിനാഅൻ അല ബലാഅതുഹ വ ജൗദതുഹ. കവിതയുടെ ക്വാളിറ്റി അതിൻ്റെ ബലാഅത്ത് ഒക്കെ പരിഗണിച്ചുകൊണ്ട് കവിതയ്ക്ക് വിധി പറയുന്ന രീതിയാണ് നഖദുൽ ഹുക്കുമ് എന്ന് പറയുന്നത്.
അൽ-ലൗഖുൽ ജാഹിലി, ജാഹിലിയ ടേസ്റ്റ് പറഞ്ഞാൽ അൻ-നഖ്ദു ലം യകുൻ അല അസാസ് ഖവായിദുൻ നഖദിയ. ജാഹിലിയ കാലഘട്ടത്തിൽ നഖദ് പറഞ്ഞത് ഒരു പ്രത്യേക നിയമത്തിൻ്റെ മേലിലൊന്നും ആയിരുന്നില്ല. ബൽ മുബയ്യിനൻ അല ലൗഖുൽ ഫിത്തിരി, ഒരു എന്താ പറയുക നാച്ചുറൽ ടേസ്റ്റിൻ്റെ മേലിലായിരുന്നു. മിസ്ല മആനി ഉസ്ലൂബ് ജസാല ആതിഫ, എന്താണ് ഇമോഷൻസ്, സിംപ്ലിസിറ്റി, ശൈലി, ആശയം, അതിൻ്റെയൊക്കെ മേലിലായിരുന്നു നഖ്ദ് നടന്നിരുന്നത്. കാന ഹുനാക തഫ്ദീലു ലിൽ ഉസ്ലൂബി കവിയൻ വ സുവരിൽ ജമാലിയത്തുൽ ബലാഇയ, അതായത് ബലാപരമായും നല്ല മനോഹരമായ ചിത്രീകരണമൊക്കെ ഉള്ള നല്ല ശക്തമായ ശൈലിയൊക്കെ ഉള്ളതിന് അവർ വളരെ ശ്രേഷ്ഠത നൽകിയിരുന്നു. നാബിഅത്തു ലിബിയാനി, നാബിഅത്തു ലിബിയാനി ജാഹിലിയ കാലഘട്ടത്തിലെ പ്രമുഖ കവിയും അതേപോലെ ഒരു നാഖിദ് ഹുക്മ് പറയുന്ന ആളുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേരാണ് അബു ഉമാമ സിയാദ് ബിൻ മുആവിയ അൽ ലിബിയാനി എന്നാണ്. മിൻ കിബാരി നുഖാദി വ ഷഅറാ, വലിയ കവിയും അതേപോലെ നാഖിദുമാണ്. ലഖബ് ബിൻ നാബിയ എന്ന് ലഖബ് വരാൻ കാരണം ലി ഫസാഹത്ത് വ ഷഅറുൽ കവി, അദ്ദേഹത്തിൻ്റെ കവിതയിലുള്ള ശക്തമായ കവിതയിലുള്ള ഫസാഹത്ത് കാരണമാണ്. കാനത്തു ലഹു മകാനത്തുൻ മർമൂഖത്തുൻ, അദ്ദേഹത്തിന് വളരെ വലിയ സ്ഥാനമുണ്ട്. വക്കാന യുസ്തഷാറു ഫി നഖദി മിസ്ല ഹുക്കാമ് സൂഖ് ഉക്കാദ്, ഉക്കാദ് ചന്തയിലെ ഹാക്കിമുകളിലെ പ്രധാനിയാണ് ഇദ്ദേഹം. അദ്ദേഹം അവിടെ ചന്തയിലെ കവികളുടെ കവിതയിൽ നഖ്ദ് നടത്തിയിരുന്നതും അവിടുത്തെ വലിയ പ്രധാന ഹാക്കിമുമാണ്, വിധികർത്താവുമാണ് നാബിഅത്തു ലിബിയാനി.